ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കിത് ഈ ഒരു വീട്ടിൽ നമുക്കൊരു 6 ക്യാമറ ഫിക്സ് ചെയ്യാനായിട്ടുണ്ട്. 5 ഡൂം ക്യാമറയും പിന്നെ ഒരു ബുള്ളറ്റ് ക്യാമറയുമാണ് ഇവിടെ ഫിക്സ് ചെയ്യാനായിട്ടുള്ളത്. ഇതാണ് നമ്മുടെ നൗഫലിക്ക, പിന്നെ അതേപോലെ തന്നെ അക്ഷയ് ബ്രോ. ഈ കമ്പനിയിലുള്ള എല്ലാവരും ഭയങ്കര സ്നേഹമുള്ളവരാണ്, ഭയങ്കര സ്നേഹമാണ് എല്ലാവരും. പിന്നെ അതെ വന്നപ്പോൾ തന്നെ നമ്മൾ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കുറച്ച് റിസ്കി ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത്. ഈ ഒരു ക്യാമറ നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് പോകുന്ന ബുള്ളറ്റ് ക്യാമറ എന്ന് പറയുന്നത്, ഈ ഒരു ക്യാമറയുടെ പ്രത്യേകത പറയുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ഡിറ്റക്ഷൻ, പിന്നെ അതേപോലെ വെഹിക്കിളൊക്കെ ഡിറ്റക്ട് ചെയ്യും. പിന്നെ അതേപോലെ നൈറ്റൊക്കെ ആരെങ്കിലും ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്യാമറയിലെ ലൈറ്റ് തെളിഞ്ഞിക്കൂട്ടാ. പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അതിന്റെ കളറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. 4K റെസൊല്യൂഷനിലുള്ള ഒരു ഔട്ട്പുട്ടാണ് ഈ ഒരു ക്യാമറയിൽ നമുക്ക് കിട്ടുന്നത്. അങ്ങനെ അവിടുത്തെ ക്യാമറ നമ്മൾ അവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ഹോളിൽ ഒരു ക്യാമറ സെറ്റ് ചെയ്യാനുണ്ട്. എല്ലാ വയറും ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരണം. അപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈം ആയിട്ടാ. പിന്നെ നല്ലൊരു ബിരിയാണി വെച്ചിട്ട് അടിപൊളി ബിരിയാണി ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഈ ഒരു ഹാളിൽ നമുക്കൊരു ക്യാമറ ഫിക്സ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അതെ നമ്മുടെ നൗഫലിക്കാണ് ആ ഒരു ക്യാമറ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വൈകിട്ട് ഒരു 5 മണിയായപ്പോഴത്തേക്കും സാറ് വന്നിട്ടാ. TP ലിങ്കിന്റെ DVR ഒക്കെ നമ്മൾ ഇവിടെ വെച്ചാണ് സെറ്റ് ചെയ്തത്. ഹാർഡ് ഡിസ്കും കാര്യങ്ങളൊക്കെ സാറായിരുന്നു കൊണ്ടുവന്നിരുന്നത്. പിന്നെ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എക്സ്റ്റൻഷൻ ബോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ഇവിടുത്തെ ഈ ഒരു ഓണർ മേടിച്ചുകൊണ്ട് വരാമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇച്ചിരി ലേറ്റ് ആയിരുന്നു. എക്സ്റ്റൻഷൻ ബോർഡ് കൊണ്ടുവന്ന ഉടനെ തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ പെടപെടാന്ന് സെറ്റ് ആക്കിയിട്ടാ. സാറ് ഇവിടെ വന്നിട്ട് നമുക്ക് 6 കണക്ഷൻ നമ്മൾ വലിച്ചിട്ടിട്ടുണ്ട് ക്യാമറയിൽ നിന്ന്. ആ എല്ലാ കണക്ഷനിലും നമ്മൾ അതിന്റെ ഒരു ജാക്ക് അടിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ജാക്കിന് ചെറിയൊരു പാറ്റേണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു പാറ്റേൺ രീതിയിൽ വയർ അറേഞ്ച് ചെയ്തിട്ട് വേണം നമ്മൾ ജാക്ക് അടിച്ച് കൊടുക്കാനായിട്ട്. ക്രിമ്പിംഗ് ടൂൾ എന്ന് പറയുന്ന ഒരു ടൂൾ ഉണ്ട്. ആ ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വയറിൽ ജാക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ വീട്ടിൽ മൊത്തത്തിൽ 6 ക്യാമറ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 6 ക്യാമറയ്ക്കും ഇൻഡിവിജ്വൽ ആയിട്ട് ജാക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അതെല്ലാം സെറ്റ് ആക്കിയിട്ട് ഈ ഒരു TP ലിങ്കിന്റെ സ്വിച്ചിലേക്ക് നമുക്ക് നെറ്റിന് വേണ്ടി കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ജസ്റ്റ് കോൺഫിഗറേഷൻ ചെയ്യാൻ വേണ്ടി കണക്ഷൻ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. കോൺഫിഗറേഷൻ എല്ലാം ചെയ്ത് ക്യാമറയുടെ അലൈൻമെന്റ് എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ടേബിളിന്റെ ഈ ടേബിൾ മീൻസ് ഈ ഒരു TV ഇരിക്കുന്ന ആ ഒരു സംഭവമില്ലേ, അതിന്റെ അകത്ത് ചെറിയൊരു ഹോൾ ഇട്ടിട്ട് ഇതിന്റെ വയറെല്ലാം നല്ല വൃത്തിയായിട്ട് ബാക്കിൽ കൂടെ ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മ കോൺഫിഗറേഷൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ നമ്മുടെ കമ്പനിയുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഇട്ട് അതൊന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. കാരണം കമ്പനി പാസ്വേഡ് ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമുക്കത് അറിയാൻ പറ്റും. പിന്നെ ഓരോ ക്യാമറ എടുത്തിട്ട് അതിന്റെ വിഷ്വലും കാര്യങ്ങളൊക്കെ ക്ലാരിറ്റിയും ഇതൊക്കെ ഓട്ടോ അഡ്ജസ്റ്റിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഓട്ടോ അഡ്ജസ്റ്റ്മെന്റിലേക്ക് നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ക്യാമറ ചെക്ക് ചെയ്ത് അതിന്റെ അലൈൻമെന്റ് ഒക്കെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ ക്യാമറയും നമ്മൾ സെറ്റാക്കി അലൈൻമെന്റ് ഇപ്പം അകത്തെ ക്യാമറയാണ് ലാസ്റ്റ് അലൈൻമെന്റ് നമുക്ക് ചെയ്യാനുള്ളത്. ഫൈനലി എല്ലാ ക്യാമറയും നമ്മൾ ഫിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ. ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തോട്ടെ. കാരണം ഒരു കാര്യത്തിലല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, ഈ ഒരു ചാനലിൽ ഒട്ടുമിക്ക കാര്യങ്ങളും ഉണ്ടാവും.